ഒരീൻ ഷിഗൻ ദോങ്കൻ നോയൽ ഗിദാരിയസോ ഇജെ ഉരി ഹംകെ ഇസിൽ സു ഇസിൽക്ക. വല്ലതും മനസ്സിലായ കൂട്ടുകാരെ, ആ കൊറിയൻ വാക്കുകൾക്ക് അർത്ഥം ഇതാണ്: ഒരുപാട് കാലം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുമോ? ഈ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പ്, ഹൃദയത്തിൽ ഒരു വിങ്ങലായി മാറിയ ആ പ്രണയകഥ. ഹലോ സിൽവർ സ്ക്രീൻ സ്ക്രോൾസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ സ്വന്തം പാർവതി സംസാരിക്കുന്നു. മനുഷ്യനും മൃഗത്തിനും ഇടയിലുള്ള അതിരുകളെ മായ്ച്ചു കളഞ്ഞ് സ്നേഹത്തിന്റെയും കാത്തിരിപ്പിന്റെയും വിശ്വസനീയതയുടെയും അതിമനോഹരമായ ലോകത്തേക്ക് എ വെയർവുൾഫ് ബോയ്. ഇപ്പോൾ നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുമോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. കഥ നടക്കുന്നത് 1960കളിലാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കിം സൂണി എന്ന പെൺകുട്ടിയും അവളുടെ അമ്മയും ഇളയ സഹോദരിയും ഒരു ഗ്രാമത്തിലെ ഒറ്റപ്പെട്ട വീട്ടിലേക്ക് താമസം മാറുന്നു. അധികം സംസാരിക്കാത്ത, സ്വന്തം ലോകത്ത് ഒതുങ്ങിക്കൂടുന്ന സൂണിക്ക് അവിടെ വെച്ച് അപ്രതീക്ഷിതമായി ഒരാളെ കണ്ടുമുട്ടേണ്ടി വരുന്നു. ഒരു വെയർവുൾഫ് ബോയ്. ഒരു ദിവസം വീടിന്റെ സ്റ്റോർ റൂം തുറന്നപ്പോൾ അവർ കാണുന്നത് മൃഗത്തെ പോലെ പെരുമാറുന്ന, സംസാരിക്കാൻ അറിയാത്ത, പച്ച മാംസം കഴിക്കാൻ ശ്രമിക്കുന്ന ഒരു വിചിത്രനായ 19കാരനെയാണ് ചുൾസു. അവനൊരു അനാഥനാണെന്ന് കരുതി സൂണിയുടെ അമ്മ അവനെ ദത്തെടുക്കുന്നു. തുടക്കത്തിൽ സൂണിക്ക് അവനോട് ഭയവും വെറുപ്പുമൊക്കെ തോന്നിയെങ്കിലും ചുൾസുവിന്റെ നിഷ്കളങ്കതയും അവളോടുള്ള അതിരുകളില്ലാത്ത വിശ്വസ്തതയും പതിയെ അവളെ ആകർഷിച്ചു. അവൾ അവനെ മനുഷ്യരെ പോലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. എങ്ങനെ കഴിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, കാത്തിരിക്കൂ എന്ന് പറഞ്ഞാൽ അനുസരിക്കണം എന്നെല്ലാം അവൾ അവനെ പഠിപ്പിച്ചു. ഒരു നായയെപ്പോലെ അവൻ അവളെ അനുസരിച്ചു, അവളെ സംരക്ഷിച്ചു. സൂണിയുടെ പാട്ട് കേട്ടും കഥ കേട്ടും അവൻ മണിക്കൂറുകളോളം കാത്തിരുന്നു. പതിയെ പതിയെ അവർ തമ്മിലൊരു ഗംഭീരമായ സ്നേഹബന്ധം ഉടലെടുക്കുന്നു. സൂണി ആദ്യമായി തന്റെ ഇഷ്ടം അവനോട് തുറന്നു പറയാൻ ശ്രമിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് വില്ലനായി സൂണിയുടെ അമ്മാവന്റെ മകനായ ജിത്തെ കടന്നുവരുന്നത്. ജിത്തേക്ക് സൂണിയോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. അവന് ചുൾസുവിനെ തീരെ ഇഷ്ടമായിരുന്നില്ല. ജിത്തയുടെ ക്രൂരത കാരണം ചുൾസുവിന്റെ ഉള്ളിലെ മൃഗീയ വാസന പുറത്തുവരുന്നു. അവൻ സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ പെരുമാറാൻ തുടങ്ങുന്നു. ഇത് ഗ്രാമവാസികളെ ഭയപ്പെടുത്തുന്നു. അവനെ ഒരു അപകടകാരി ജീവിയായി അവർ മുദ്രകുത്തുകയും അവനെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. സൂണിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു ചുൾസു ഒരിക്കലും അപകടകാരിയല്ലെന്നും അവൾക്ക് അവനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും. അവനെ രക്ഷിക്കാൻ അവൾ ഒരു സാഹസികമായ തീരുമാനമെടുക്കുന്നു. പട്ടാളം അവനെ പിടിക്കാൻ വരുമ്പോൾ സൂണി അവനോട് "കാത്തിരിക്കൂ, ഞാൻ വരും" എന്ന് പറഞ്ഞ് അവനെ അടുത്തുള്ളൊരു ഗുഹയിലേക്ക് ഒളിപ്പിക്കുന്നു. അവൾ ഉടൻ തിരികെ വരുമെന്ന് വാഗ്ദാനം ചെയ്ത് അവൾ അവിടെ നിന്ന് പോകുന്നു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. സൂണി വിവാഹിതയായി, അമ്മയായി. പക്ഷെ അവളുടെ മനസ്സിൽ ചുൾസുവിന്റെ ഓർമ്മകൾ മായാതെ കിടന്നിരുന്നു. ഒടുവിൽ പ്രായമായ സൂണി തന്റെ പേരക്കുട്ടിയുമായി ആ പഴയ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ അവൾ ഓർമ്മകൾ പിന്തുടർന്ന് ആ ഗുഹയിലേക്ക് പോകുന്നു. അവിടെ അവൾ കാണുന്നത് അവിശ്വസനീയമായ കാഴ്ചയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ പ്രായത്തിൽ അവൾ പഠിപ്പിച്ച വാക്കുകൾ സംസാരിക്കുന്ന, അവൾക്കു വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ചുൾസുവിനെ അവൾ കാണുന്നു. കാലം അവരെ ഒരുപാട് മാറ്റിയെങ്കിലും അവരുടെ ഹൃദയത്തിലെ സ്നേഹം അതേപടി ഉണ്ടായിരുന്നു. സൂണിക്ക് അവനോടൊപ്പം എന്നെന്നും ഉണ്ടാകാൻ കഴിയില്ലെന്ന് അറിയാമെങ്കിലും ആ നിമിഷം അവർ വീണ്ടും ഒന്നിച്ചു. അവൻ അവൾക്കു വേണ്ടി കാത്തിരുന്നു വർഷങ്ങളോളം. ആ കാത്തിരിപ്പ് ഒരു ഇതിഹാസമായി അവശേഷിക്കുന്നു. കൂടുതൽ മനോഹരമായ സിനിമാ കഥകളുമായി വീണ്ടും കാണാം. സിൽവർ സ്ക്രീൻ സ്ക്രോൾസിൽ എപ്പോഴും ഉണ്ടാകുക. സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം പാർവതി.